ഇതൊരു സംഭവം തന്നെയാണ്. ഉമർ അബ്ദുള്ള, മധുകോട ഇവരുടെയൊക്കെ റെക്കോർഡ്സ് എല്ലാം വസന്ത് ബ്രേക്ക് ചെയ്തു. ഹി ഈസ് ദ യംഗസ്റ്റ് CM ഇൻ ഇന്ത്യ. ഹി ഈസ് ജസ്റ്റ് 28. വി വിൽ ഗോ ഫോർ എ ഫുൾ ഫ്രണ്ട് പേജ് ഫ്ലാഷ്. അശ്വിൻ. യെസ് ക്രിഷ്. ലോഗ് ഇൻ ടു ഫോട്ടോ ലൈബ്രറി. വസന്തിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ വേണം. പ്രത്യേകിച്ച് കൂട്ടത്തോടെ നിൽക്കുന്ന ഫോട്ടോസ് ഉണ്ടെങ്കിൽ നല്ലത്. എടുത്തു വെക്കും. ഞാൻ ഇപ്പൊ തന്നെ വരാം. പെട്ടെന്ന് വേണം. അശ്വിൻ, എന്റെ പെൻഡ്രൈവ് തന്നല്ലോ. എവിടെയാ? ഇറ്റ്സ് ദേർ. എന്റെ ഡ്രോയിൽ കാണും. ഹലോ ഇൻസ്പെക്ടർ, ഞാൻ അശ്വിൻ, ജനാഞ്ജലി ഫോട്ടോഗ്രാഫറാണ് ഞാൻ. ആ സരോയുടെ ഫോണിൽ നിന്ന് എന്തെങ്കിലും ഫിംഗർ പ്രിന്റ്സ് കിട്ടിയായിരുന്നോ സാർ? സെൽഫോണിലെ വിരലടയാളം തെളിവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്ന് മരിച്ച പെണ്ണിന്റെയാ, 2 വിരൽപ്പാട് ആരുടെയാന്നറിയില്ല. ഒരു സ്മോൾ ഹഞ്ച്. ആ നാഷണൽ ബാങ്ക് കൊള്ളയടിച്ചില്ലേ, ഒരു നക്സൽ ഗ്രൂപ്പ്. അവരുടെ ആരുടെയെങ്കിലും കൈരേഖ ഇതിലെവിടെയെങ്കിലും മാച്ച് ആകുന്നുണ്ടോ നോക്കിയിട്ട് പറയണം സാർ. ഓക്കെ, ഞാൻ നോക്കിയിട്ട് പറയാം. ഇങ്ങോട്ട് വാ. ഐ ഗോട്ട് എ സ്കൂപ്പ്. ഈ 3 ഫോട്ടോ ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. ബാങ്ക് റോബറിയിൽ എടുത്ത ഫോട്ടോയാണിത്. ആ കണ്ണിന്റെ മീതെ ഒരു വെട്ട് കണ്ടില്ലേ? സൂക്ഷിച്ചു നോക്ക്. ബാങ്ക് കൊള്ളടിച്ചത് നക്സൽസ് ആണ്. അതേ ആള് തന്നെ വസന്തിന്റെ മീറ്റിംഗിൽ വന്നിട്ടുണ്ട്. അവിടെ ബോംബ് വെച്ചത് ഇവൻ തന്നെ ആയിരിക്കണം. അവൻ തോളത്തിട്ടിരിക്കുന്ന ഈ സഞ്ചിയിലേക്ക് ഒന്ന് നോക്ക്. സരോ കൊല്ലപ്പെടുന്ന ഈ വീഡിയോ ഫുട്ടേജ് ഫോട്ടോയിലേക്കും ഒന്ന് നോക്ക്. അതേ ഷർട്ട്, അതേ തോൾ സഞ്ചി, 3 ഒരേ ആൾ തന്നെയാണെന്ന് മനസ്സിലായില്ലേ? നക്സൽസ് രേണു, ഇറ്റ്സ് എ ബ്രേക്ക് ത്രൂ. എനിക്കും ഒരു എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഇതിനെന്താ അർത്ഥം? നീയും വസന്തനും കോളേജ് ഡേയ്സ് ചെയ്യുന്ന ഫ്രണ്ട്സാന്നുള്ളത് എന്താ നീ ഞങ്ങളോട് പറയാത്ത? എന്താന്ന്? You know what? This is very important. ഇതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്കിപ്പൊ തന്നെ അറിയണം, നിനക്കും വസന്തനും തമ്മില് എന്താ ബന്ധമുള്ളത്? രേണു, ഒരു ബന്ധവുമില്ല. ഞാൻ പറയുന്നു. Tell me now. സ്ഥലങ്ങളിലെ നിൽക്കുകയാണ്. ഇത് പിടിച്ചോ, അപ്ലിക്കേഷൻ ഫോംസ്. എന്താടാ, IT പിള്ളേർ ഇലക്ഷൻ നിന്നായിരുന്നല്ലോ, എന്തായി? 100 വോട്ട് പോലും കിട്ടിയില്ല, പോക്കറ്റ് കാലിയായില്ലേ? എടാ, നമ്മളെ പോലുള്ള ചെറുപ്പക്കാരൊക്കെ മാറി നിന്നാ ഈ നാടിനെ ആര് നന്നാക്കും? അതൊക്കെ നന്നാക്കാൻ വേണ്ടിട്ടേ ഇവിടെ കുറെ MMR പിള്ളേർ സെറ്റ് ഉണ്ട്. ഈ രാഷ്ട്രീയം നമ്മുടെ തന്നെ എഴുതിട്ടേ. വൈ നോട്ട്? വെറുതെ നമ്മൾ സമയം പാഴാക്കുന്നില്ലേ? ഒരു 2 മാസം ലീവ് എടുത്ത് സീരിയസ് ആയിട്ടൊന്ന് ശ്രമിച്ചു നോക്ക്. പ്രസിന്റെ ഭാഗത്തുനിന്ന് എല്ലാ ഹെൽപ്പിനും ഞാനുണ്ട്. അതാ ഞാൻ ഓർത്തത്. ഇത്രയൊക്കെ നടന്നിട്ട് നമ്മുടെ മച്ചമ്പി എന്താ മിണ്ടാതിരുന്നതെന്ന്. തരക്കേടില്ല മച്ചു. ഇതൊന്നും നിനക്ക് ഇപ്പൊ മനസ്സിലാവില്ല. എല്ലാം നടക്കുമ്പോ നീ അറിയും. ഞാൻ വസന്തിന്റെ പാർട്ടിയിലുള്ളവനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എഡിറ്റർ എന്നെ ആശ്രമത്തിലേക്കോ അമ്പലത്തിലേക്കോ ഫോട്ടോ എടുക്കാനാക്കുമായിരുന്നു. പിന്നെ എനിക്ക് ഇലക്ഷൻ കവർ ചെയ്യാൻ അവസരം കിട്ടുമായിരുന്നില്ല. അതാ പറയാഞ്ഞത്. പക്ഷെ എന്നോട് പറയാമായിരുന്നല്ലോ. നിന്നോടോ? നിന്നോട് ഞാനത് എങ്ങനെയാ പറയാ? ഫ്രണ്ട് എന്നുള്ള നിലയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാണെന്ന് അറിഞ്ഞാ ഞാനേ എക്സാം എഴുതി ഞാൻ തന്നെ മാർക്കിടുന്ന പോലെ ആവില്ലേ?
പക്ഷെ ഒരു സ്ഥലത്ത് ഞാൻ പത്രധർമ്മം വിട്ട് കളിച്ചിട്ടില്ല. ചെരുപ്പെടുത്ത് അടിച്ച സംഭവത്തിൽ CM-ന്റെ വില പോയി, 13 കാരിയെ കിട്ടി, ആ ഹരിശ്ചന്ദ്രനും കസേര പോയി. പ്രതിപക്ഷം ഫുൾ വാഷ് ഔട്ട്. ഇങ്ങനെ ഓരോരുത്തരും തെറ്റിന് മേലെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ വസന്ത് പടിപടിയായി മുന്നേറുകയായിരുന്നു. അവനായിട്ട് കയറിയതല്ല, നീ കയറ്റിവിട്ടതാ. ഹേയ്, ഞാനെങ്ങനെ മനസ്സിലായി. ഹരിചന്ദ്രന്റെ കാര്യത്തില് അത്ര റിസ്ക് എടുത്തത് എനിക്ക് വേണ്ടിട്ടല്ല, നിന്റെ ഫ്രണ്ടിന് വേണ്ടിട്ട് അല്ലേ? ഹേയ് ഹണി, നിനക്ക് വേണ്ടി കുറച്ച്, വസന്തിന് വേണ്ടിയും കുറച്ച്, പിന്നെ നമ്മുടെ പേപ്പറിനും കുറച്ച്. സ്ഥലം മാറ്റിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി വസന്ത് പത്രലേഖകരുമായി സംസാരിക്കുകയുണ്ടായി. രക്തം കൊണ്ട് രക്തം തുടയ്ക്കുവാനാകില്ല, തോക്കിനാൽ തോക്കിനെ നശിപ്പിക്കാനാകില്ല. അതുകൊണ്ട് നക്സൽവാദികളായ ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്ന 20 പേരെയും സമാധാന ചർച്ചയിൽ ക്ഷമ ഇളവ് നൽകി അവരെ വിട്ടയക്കുവാൻ തീരുമാനിച്ചിരിക്കും. സാർ എന്നാ സാർ റിലീസ് ചെയ്യാൻ പോകുന്നത്? ഓൺ January 26. സ്റ്റേജിൽ ബോംബ് വെച്ചത് നക്സൽസ് ആണ്. അവർ തന്നെ റിലീസ് ചെയ്യാന്ന് വെച്ചാ നോ വേ. റിസീന്ന് വരികയാണ്. CM-ന് സാർ ഇത് CM സൈൻ ചെയ്യേണ്ട ഫയലാ. ഞാൻ ജനാഞ്ജലി ഫോട്ടോഗ്രാഫർ. CM-ന് അത്യാവശ്യമായിട്ട് കാണണം. എല്ലാവർക്കും അത്യാവശ്യമാ. കളക്ടേഴ്സ് മീറ്റിംഗിന് താമസം നേരിട്ടു. ഒന്ന് വെയിറ്റ് ചെയ്യണം. സാർ കോൺഫറൻസ് എഴുതാനില്ല. 2nd ഫ്ലോർ പോ. 129 ഓവർ. കോൺഫറൻസിന് CM തയ്യാറാവുകയാണ്. ഓവർ. ഹലോ അശ്വിൻ, യു ആർ റൈറ്റ്. ബാങ്ക് കൊള്ളയടിച്ച ഒരു നക്സലൈറ്റിന്റെ വിരലടയാളം സരോയുടെ ഫോണിലുണ്ട്. 3ാമത്തെ അടയാളമാണ് മനസ്സിലാകാത്തത്. താങ്ക് യു സാർ. താങ്ക്സ് ലോട്ട്. CM കളക്ടറുടെ കോൺഫറൻസിന് പോകാൻ പോകുന്നു. അതുകൊണ്ട് ഗസ്റ്റിനെ വിസിറ്റേഷൻ ഒന്ന് റെഡിയാക്കി സാർ. ആ ശരി. സൂക്ഷിച്ച്. ഹലോ 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 മിസ്റ്റർ. ഹലോ സാർ, എനിക്കൊന്ന് സംസാരിക്കണം. പറയുന്ന കേൾക്കാതെ ഇയാള് ഓക്കെ. എന്റെ കൂട്ടുകാരനാണ്. വരൂ അശ്വിൻ. ഓക്കെ സാർ. വസന്ത്, ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ ബാങ്ക് റോബറിയിലെ ഒരു പ്രധാനപ്പെട്ട എവിഡൻസ്. ഇയാളെങ്ങനെ ഇവിടെ? ഇയാളാണ് സാറോനെ കൊന്നത്. വിടാളെങ്ങനെ ഇവിടെ? ഇയാളെ വിടാൻ പാടില്ല. അശ്വിൻ, വസന്ത്, അവൻ പോകുന്നോടാ. ഞാൻ പറയുന്നത് കേക്ക്. അശ്വിൻ, എടാ നീ ഒന്ന് സമാധാനിക്ക്. നീയും എന്നെ സഹായിച്ചിട്ടുണ്ട്, അവനും എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്താണ് ഭ്രാന്ത് പിടിച്ച പോലെ സംസാരിക്കുന്നത്? നീ നിക്ക്. എടാ ഞാൻ പറയുന്നത് കേക്കടാ. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, നോക്ക്. ഇത് ഈ ഫോട്ടോ നോക്ക്. ഈ കണ്ണ് കണ്ടോ? ഈ കണ്ണ് കണ്ടോ? രണ്ടിലുള്ള തഴമ്പ് നോക്ക്, നോക്ക്. ഈ അടയാളം നോക്ക്. ഈ ദുഷ്ടനാണ് നിന്നെ കൊല്ലാൻ മീറ്റിംഗിൽ ബോംബ് വെച്ചത്. സരോയുടെ കഴുത്ത് ഞെരിച്ച് കൊന്നവൻ ഇവൻ തന്നെയാണ്. സരോയുടെ സെൽഫോണിൽ നിന്ന് ഇവന്റെ കൈരേഖ കിട്ടിയിട്ടുണ്ട്. അശ്വിൻ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ട്. ഇതിനെ കുറിച്ച് പിന്നെ സംസാരിക്കും. ഓക്കെ? അവൻ രക്ഷപ്പെട്ടടാ. പോലീസ് ഇൻഫോം ചെയ്ത് ഉടനെ അവനെ പിടിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. പറഞ്ഞില്ലേ മീറ്റിംഗിന് ശേഷം സംസാരിക്കാന്ന്. കളക്ടേഴ്സ് ഒക്കെ വന്നോ? അതെ വസന്ത്, നിനക്ക് വേണ്ടി എല്ലാം വെയിറ്റ് ചെയ്യും. വസന്ത്, എന്താണ് ഞാൻ ഇത്ര പറഞ്ഞിട്ടും നീ ഒരു ആക്ഷൻ എടുക്കുന്നില്ലോ? ഈസ് വെരി ഡേഞ്ചറസ്. ഞാൻ പറഞ്ഞില്ലേ മീറ്റിംഗ് ഉണ്ടെന്ന്. വന്നതിന് ശേഷം തീരുമാനം എടുക്കാം. ഹായ് അശ്വിൻ. എടാ, എനി പ്രോബ്ലം? നത്തിങ്. കൺഗ്രാറ്റുലേഷൻ സാർ. താങ്ക് യു. മോർണിംഗ് സാർ. താങ്ക്സ്. നമസ്കാരം സാർ. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻ. സുഖമാണ്. കൺഗ്രാജുലേഷൻ വസന്ത്. വളരെ സന്തോഷം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. വരട്ടെ. പറയടോ. ആ ഫോട്ടോഗ്രാഫർ അവിടെ ഉണ്ട്. അവന്റെ കണ്ണി പെടണ്ട. ശരി. Hurry up. Get in fast. ദൈവത്തെ പോലെ വന്ന് എന്റെ കുഞ്ഞിനെ രക്ഷിച്ചു. അടിക്കടാ. കതിർ, എന്താണ് പ്രശ്നം? പറയാം.
എന്താവും പറയുന്നത്? അശ്വിന്റെ കാര്യം ഞാൻ ഏറ്റു. അപ്പൊ ഞങ്ങളുടെ ആവശ്യം ഇനിയും 10 പേരെ കൂടി റിലീസ് ചെയ്യാലോ? ഓക്കെ. സംഘടനയ്ക്ക് ആവശ്യമുള്ള പണം നീ ചോദിച്ച കാശ് എത്രയും പെട്ടെന്ന് അവിടെ എത്തും. നീ അങ്ങോട്ട് പൊക്കോ. ഓക്കെ. ആ കമ്മീഷണർ. യെസ് സാർ. എനിക്ക് പെട്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടി. ബാങ്ക് റോബറിൽ നിങ്ങൾ തരുന്ന നക്സൽസ് ദേ ഈ അഡ്രസ്സിലുണ്ട്. അവരുടെ ലീഡറാണിത്, കദീർ. എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുത്തോളൂ സാർ. ഓക്കെ സാർ. സാറ് പിന്നെ സാർ കദീറിന്റെ ഫയൽ അങ്ങ് ക്ലോസ് ചെയ്തേക്ക്. ഓക്കെ സാർ.